Exercise 3.2 first question. Exercise 3.2 first question. Let A is equal to matrix 2 4 3 2. B is equal to that question B is equal to 1 3 minus 2 5. Okay, and matrix C is equal to minus 2 3 minus 2 5 3 4. Okay, ഇതെല്ലാം മൂന്ന് മെട്രിക്സ് എന്ത് മെട്രിക്സ് ആണ്? 2 by 2 മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലെ. ഫൈൻഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. അതായത് ഫസ്റ്റ് വരുന്നത് എന്താണ്? A plus B അല്ലെ, മെട്രിക്സ് A plus മെട്രിക്സ് B. ഓക്കെ, ഇപ്പൊ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ട ആവശ്യം എന്തായിരുന്നു? രണ്ടിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ മെട്രിക്സും ഇസ് ഓഫ് ഓർഡർ 2 by 2. ഓക്കെ, അപ്പൊ എനിക്ക് അവർക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം അല്ലെ. എങ്ങനെയാണ് മെട്രിക്സ് ആഡ് ചെയ്യാം? അതിന്റെ കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ് അല്ലെ. സോ 2 plus 1 will give 3, 4 3 രണ്ട് ആഡ് ചെയ്താൽ 7, 3 here is minus 2, 3 plus minus 2 is 3 minus 2 1 തന്നെ, 2 plus 5 7. Okay, so A plus B എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയത് as 3 7 1 7. സിമ്പിൾ. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? A minus B അല്ലെ. A minus B, what will be my A minus B value? Yes, A minus B, മെട്രിക്സ് A minus മെട്രിക്സ് B ഞാൻ പറഞ്ഞു. എന്താ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു മെട്രിക്സ് A അല്ലെ, അതിന്റെ കൂടെ ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? B എന്ന് പറയുന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് ഞാൻ ആഡ് ചെയ്യുന്നു. അതാണ് എന്ത്? A plus or minus B is nothing but A minus B. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് മനസ്സിൽ വെക്കുക, മനസ്സിൽ എപ്പോഴും ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, A minus B നോർമലി ചെയ്യുന്ന എങ്ങനെ തന്നെയാണ്, സാധാരണ മൈനസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ എയിലെ ഫസ്റ്റ് എലിമെന്റ് A11 2 ആണ്. Here A11 is 1. Okay, so A minus B, 2 minus 1 will give us as 1. Here it is 4 and here 3. 4 minus 3 is again 1. Okay, now here it is 3. Here is minus 2, 3 minus 2 will give 5. Okay, 2 minus 5 will give us minus 3. Okay, so then the result clear ആണ്. A plus B and A minus B. യെസ്, എന്താണ്? A plus B A minus B ചെയ്യുന്ന സമയത്ത് എന്താ ചെക്ക് ചെയ്യണ്ടേ? രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആണെന്ന് ചെക്ക് ചെയ്യുക. ഓർഡർ സെയിം ആണെങ്കിൽ യെസ്, ജസ്റ്റ് കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുക. നെഗറ്റീവ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ, ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ യെസ്, രണ്ട് ടേംസും കറസ്പോണ്ടിങ് ടേംസും സബ്സ്ട്രാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഈസ് 3A minus C അല്ലെ. 3A minus C. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 3A കണ്ടുപിടിക്കണം അല്ലെ. വി നോ വാട്ട് ദി വാല്യൂ ഓഫ് A. എന്താ 3A വരിക? വാട്ട് വിൽ ബി 3A? യെസ്, എങ്ങനെ 3A കണ്ടുപിടിക്കാം? മെട്രിക്സ് എയുടെ കൂടെ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചാണ്, മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചാണ്. ഓക്കെ, ഒരു സ്കെയിലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കെയിലാർ 3 അല്ലെ. ആ 3 കൊണ്ട് എല്ലാ കറസ്പോണ്ടിങ് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് എന്ത് വരും? ഹിയർ ഇറ്റ് ഈസ് 2 അല്ലെ. 2 into 3 will be 6. 3 into 4 will be 12. 3 into 3 9. 3 into 2 is again 6. So this is my matrix 3A. ഓക്കെ, ഇപ്പൊ ഈ 3A എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് എനിക്ക് എന്ത് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു സി അല്ലെ. 3A minus C ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. Okay, so this matrix and this matrix. ശ്രദ്ധിക്കുക, what is 3A minus C വരിക? Yes, രണ്ടിന്റെയും ഓർഡർ സെയിം ആണല്ലോ. So we can subtract അല്ലെ. അപ്പൊ 3A minus C ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് A11 എന്ന് പറയുന്ന എലമെന്റ് 6 ആണ്. ഹിയർ A11 എന്ന് പറയുന്ന എലമെന്റ് -2 ആണ് അല്ലെ. സോ 6 minus -2 എത്ര വരും? 8. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് 12. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് എന്താണ്? 5 ആണ് അല്ലെ. So 12 minus 5 7. Here it is 9 corresponding to, here it is 3. 9 minus 3 6 കിട്ടും. And here it is 6.
കറസ്പോണ്ടിങ് ഇവിടെ എത്രയാണ് 4 ആണ് അല്ലെ. 6 മൈനസ് 4 ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു കോൺസ്റ്റന്റ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ. ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, മെട്രിക്സിലെ എല്ലാ എലിമെന്റുകളെയും എന്ത് ചെയ്യാം, ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഗെറ്റ് 3a minus cs എത്ര കിട്ടി? മൈനസ് 8762. Okay, now fourth question AB. Fourth question ശ്രദ്ധിക്കുക, AB. AB ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെ. നമുക്കറിയാം രണ്ട് മെട്രിക്സ് AB മീൻസ് A into B, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ രണ്ട് മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് വരുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n ഉം യെസ്, രണ്ടാമത്തെ മെട്രിക്സിന്റെ റോന്റെ നമ്പറും ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ നമ്പറും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയുടെ എണ്ണം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സെയിം. അതായിരുന്നു നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലുള്ള കണ്ടീഷൻ. ഓക്കെ, എന്നാൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൺഫേം ആവുള്ളൂ. ഓക്കെ, യെസ്, m/n ഉം n/p ആണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് വരുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? യെസ്, m/p. We get a matrix of order m/p. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ച് ഇവിടെ AB ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇത് 2/2 മെട്രിക്സ് ആണ്, ഇവിടെയും 2/2 മെട്രിക്സ് ആണ്. ഓക്കെ, ഈ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം is 2, ഈ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോ is also 2. ഓക്കെ, also 2/2, ഇതും 2/2. അപ്പൊ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ജസ്റ്റ് ലൈക്ക് ഇവിടെ നോക്കി, m/n എന്ന് പറയുന്നത് 2/2 ആണ്, n/p എന്ന് പറയുന്നത് 2/2 ആണ് അല്ലെ. ഇപ്പൊ റിസൾട്ടന്റ് മെട്രിക്സ് ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യെസ്, അങ്ങനെയാണല്ലോ നമ്മള് പഠിച്ചത്, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ. സോ എന്തായാലും റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ വിൽ ബി 2/2 അല്ലെ. അങ്ങനെ 2/2 മെട്രിക്സിന്റെ ജനറൽ റെപ്രസെന്റേഷൻ എന്ത് വരും? ഫസ്റ്റ് A11, A12, A21, A22 അല്ലെ. ഇങ്ങനെയാണ് നമ്മളൊരു 2/2 മെട്രിക്സ് എഴുതുന്നത്. യെസ്, ഓക്കെ, നമുക്ക് എഴുതാലോ 2/2 മെട്രിക്സ്. യെസ്, വാട്ട് വിൽ ബി മൈ മെട്രിക്സ് AB? എങ്ങനെയാ മെട്രിക്സ് AB കണ്ടുപിടിക്കാം? ഓക്കെ, in order to find this element A11 കണ്ടുപിടിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, 1 1 അല്ലെ. ഇവിടെ ഫസ്റ്റ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്റെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ. ഓക്കെ, യെസ്, then comes 1 അല്ലെ. ഈ 1 എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ മെട്രിക്സിലെ കോളം. ഓക്കെ, ഇപ്പൊ A11 കണ്ടുപിടിക്കണമെങ്കിൽ യെസ്, ഷുഡ് ടേക്ക് ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ യെസ് 2 into 1 അല്ലെ, പ്ലസ് അടുത്ത എലമെന്റ് ആരാ? 4 into -2. ഓക്കെ ആണല്ലോ. യെസ്, ഇനി A12 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ഫസ്റ്റ് മെട്രിക്സിന്റെ 1 അല്ലെ, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ. ഓക്കെ, നൗ സെക്കൻഡ് മെട്രിക്സിന്റെ ഏത് കോളം എടുക്കണം? യെസ്, സെക്കൻഡ് മെട്രിക്സിന്റെ ഏത് കോളം എടുക്കണം? സെക്കൻഡ് കോളം അല്ലെ. ഓക്കെ, A12 മീൻസ് ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, സെക്കൻഡ് മെട്രിക്സിന്റെ സെക്കൻഡ് കോളം അല്ലെ. ഇനി കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 ആണ് ഫസ്റ്റ് ടേം, ഇവിടെ 3 ആണ് അല്ലെ. സോ 2 into 3 പ്ലസ് അടുത്തെന്താ? 4 into 5. Okay, so in order to find this element A21 കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, this element corresponds to യെസ് A എന്ന് പറയുന്ന മെട്രിക്സിന്റെ സെക്കൻഡ് റോ ആൻഡ് B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ അല്ലെ. A21 A യുടെ സെക്കൻഡ് റോ, B യുടെ ഫസ്റ്റ് കോളം അല്ലെ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. യെസ്, കറസ്പോണ്ടിങ് 3 into 1 പ്ലസ് അടുത്ത ടൈം ആരാ? 2 into -2 അല്ലെ. നോ, ഹൗ ടു ഫൈൻഡ് A22? യെസ്, 2 അല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഫസ്റ്റ് മെട്രിക്സിന്റെ എപ്പോഴും നമ്മൾ റോ എടുക്കുക, സെക്കൻഡ് മെട്രിക്സിന് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? കോളം എടുക്കുക അല്ലെ. ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ, സെക്കൻഡ് മെട്രിക്സിന്റെ സെക്കൻഡ് കോളം. ഓക്കെ, 3 into 3 പ്ലസ് ഇവിടെ 2 into 5 അല്ലെ. യെസ്, എത്ര വരും? AB മെട്രിക്സ് AB is equal to ഇവിടെ നോക്കുക, 2 into 1 is 2,
4 into minus 2 is minus 8 അല്ലെ. 2 plus minus 8, 2 minus 8 എത്ര വരും? minus 6. Okay. 2 into 3 is 6. 4 into 5 is 20. 6 plus 20, 26. 3 into 1 is 3. 2 into minus 2 is minus 4. Yes. 3 minus 4 എത്ര വരും? 3 minus 4 is minus 1. അല്ലെ. Here 3 into 3 is 9. 2 into 5 is 10. അല്ലെ. 9 plus 10 make it just 19. Okay. So this is how we can do in the matrix multiplication. Okay. So matrix multiplication which we kandupidichu. I am getting the values minus 626, minus 1 90. Okay. So we want to next question in this section. ഈ ഒരു ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ we have to find the value of BA. BA യുടെ വാല്യൂ കണ്ടുപിടിക്കണം. BA means B into A. Okay, matrix B into A. ശ്രദ്ധിക്കാം, matrix BA എന്ന് പറയുന്നത് matrix B 2/2 ആണ്, A 2/2 ആണ്. ഇപ്പൊ രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/2. 2/2 മെട്രിക്സ് എങ്ങനെ വരാം? A11, A12, A21, A22 അല്ലെ. ഇതാണ് എന്റെ ഒരു ടിപ്പിക്കൽ ഒരു 2/2 മെട്രിക്സിന്റെ സ്ട്രക്ചർ അല്ലെ. Then how can you find BA? Yes, BA എടുക്കുന്ന സമയത്ത് എന്റെ ഫസ്റ്റ് വരുന്ന മെട്രിക്സ് ആണ് ആര്? B അല്ലെ. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും എന്തായിരിക്കണം? റോസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അല്ലെ. യെസ്. രണ്ടാമത് വരുന്ന മെട്രിക്സ് is A. So while considering A, you should take always the column. Okay. So what is BA വരാം? BA A11 എന്ന് പറയുന്ന എലമെന്റ് കിട്ടണമെങ്കിൽ യെസ് ഫസ്റ്റ് മെട്രിക്സ് B ആണ് അല്ലെ. B യുടെ ഫസ്റ്റ് റോയും 1. യെസ്, A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും എടുക്കണം അല്ലെ. എന്താ വരിക? A11 എന്ന മെട്രിക്സ് യെസ് 1 into 2, 1 into 2 പ്ലസ് അടുത്തത് 3 into 3. Okay. Now how to find A12? A12 എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? 1, 2 ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് വരുന്ന മെട്രിക്സ് ആരാ? B. B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എടുക്കുക. Then 2 means A എന്ന് പറയുന്ന മെട്രിക്സിന്റെ സെക്കൻഡ് റോ. ഓക്കെ. ഇനി കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ കേട്ടോ. ഇവിടെ ഫസ്റ്റ് ടൈം 1 ആണ്, ഇവിടെ ഫസ്റ്റ് ടൈം 4 ആണ്. സോ 1 into 4. ഓക്കെ. പ്ലസ് അടുത്ത ആരാ? 3 into 2. 3 into 2. Okay. So we are done with this. What is A21 വരാം? A21 എടുക്കുന്ന സമയത്ത് യെസ് ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ, യെസ് രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. ഓക്കെ. വാട്ട് ഈസ് A21? -2 into 2, -2 into 2 plus 5 into 3, 5 into 3. Okay. Now A22 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ, രണ്ടാമത്തെ മെട്രിക്സിന്റെ സെക്കൻഡ് കോളം അല്ലെ. -2 into 4 പ്ലസ് 5 into 2. Okay. So BA എന്ന് പറയുന്ന മെട്രിക്സ് I am getting it as 1 into 2 is 2, 3 into 3 is 9, 2 plus 9 is 11. Okay. 1 into 4 is 4, 3 into 2 is 6, 4 plus 6 I am getting it as 10. -2 into 2 is -4, 5 into 3 is 15, -4 plus 15 എത്ര വരിക? 11. 15 minus 4, 11. -2 into 4 is -8 plus 5 into 2 is 10. Yes, what is 10 minus 8? 2. Okay. So you get the multiplication of matrix B and A as 11, 10, 11, 2. Okay. ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് A into B ചെയ്തപ്പോൾ എനിക്കൊരു മെട്രിക്സ് കിട്ടി. ഓക്കെ. സിമിലർലി B into A ചെയ്തപ്പോൾ എനിക്ക് വേറെ മെട്രിക്സ് കിട്ടി. രണ്ടും സെയിം ആണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. AB എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഇത് തന്നെയാണ് കിട്ടിയത്? അല്ല. ഓക്കെ. സോ AB ഈസ് നോട്ട് ഈക്വൽ ടു BA ജനറലി. ഓക്കെ. അതുകൊണ്ടാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താ ഒബേ ചെയ്യുന്നില്ല? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നില്ല. ഓക്കെ. സോ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് പറയാൻ സാധിച്ചു അല്ലെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഓക്കെ. നൗ വി ക്യാൻ മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Yes, second question, compute the following one. Second question, compute the following. Okay, അതിൽ നമുക്ക് ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് ചെയ്യാം, കാരണം ഒരുപാടൊക്കെ എളുപ്പമാണ്. വിത്ത് ദാറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. യെസ്, ഫോർത്ത് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ദി ഫോളോയിങ്ങിനകത്ത് ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? രണ്ട് മെട്രിക്സ് വന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് മെട്രിക്സ് ഈസ് cos square x sin square x sin square x cos square x plus അടുത്ത മെട്രിക്സ് sin square x cos square x cos square x sin square x. ഓക്കെ, രണ്ട് മെട്രിക്സ് അല്ലെ. അപ്പൊ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്ടാംഗുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് ഇൻ ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളംസ് അല്ലെ. ഹൊറിസോണ്ടലി വെർട്ടിക്കലിയും നമ്മൾ ഒരു കുറച്ച് നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഫംഗ്ഷനുകളെയോ അല്ലെ റെക്ടാംഗുലർ അറേഞ്ച്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? മെട്രിക്സ് എന്ന് വിളിക്കുക അല്ലെ. സോ ഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ നമ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്റെ മെട്രിക്സിന്റെ എലമെന്റുകളൊക്കെ എന്താ വന്നത്? ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെ. ഇപ്പൊ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? രണ്ടിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ. രണ്ടിന്റെയും ഓർഡർ എന്താണ്? ഓർഡർ ഇസ് 2/2 അല്ലെ. 2 rows 2 column 2 rows 2 column 2/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് മെട്രിക്സ് എന്താ വരിക? ഇങ്ങനെ വരിക. കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യാം. cos square x plus sin square x അല്ലെ. cos square x plus sin square x. Here sin square x plus cos square x. ഇവിടെ sin square x ആണ്. Here it is cos square x അല്ലെ. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ sin square x plus cos square x. Yes, here it is cos square x, here it is sin square x അല്ലെ. cos square x plus sin square x. Okay, എന്താ sin square x plus cos square x നമ്മൾ പഠിച്ചതാണ്. Its value is 1 അല്ലെ. So instead of writing this, എല്ലാത്തിനും നമുക്ക് റീപ്ലേസ് ചെയ്യാം 1 1 1 1. Okay, so this is ആ ഒരു സെക്ഷനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഈ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി വരുന്ന ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ വരുന്ന ഒരു സാധനം മാത്രം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മൂവിംഗ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. തേർഡ് വൺ. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ദി ഫോളോയിങ്. മൂന്നാമത്തേത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. എ ബി മൈനസ് ബി എ ഇൻറ്റു അടുത്ത മെട്രിക്സ് എ മൈനസ് ബി ബി എ. ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് രണ്ട് സ്ക്വയർ മെട്രിക്സ് 2/2 മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പ്രൊഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, യെസ്, ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൺഫേമബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? ഇതിന്റെ നമ്പർ ഓഫ് കോളംസും ഇതിന്റെ നമ്പർ ഓഫ് റോസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ നമ്പർ ഓഫ് കോളംസ് ഇസ് 2, ഹിയർ നമ്പർ ഓഫ് റോസ് ഇസ് 2. സോ ഇറ്റ് ഈസ് പോസിബിൾ അല്ലെ. ഇപ്പൊ 2/2 മെട്രിക്സ് ആണ്, ഇയാളും 2/2 മെട്രിക്സ് ആണ്. സോ റിസൾട്ടന്റ് മെട്രിക്സ് എന്തായിരിക്കും? 2/2 അല്ലെ. 2/2. ഓക്കെ, ഒരു 2/2 മെട്രിക്സ് എങ്ങനെയാണ് ഉണ്ടാവാം? A11 A12 A21 A22 അല്ലെ. അപ്പൊ കറസ്പോണ്ടിങ്ങില് എ ബി, ഈ മെട്രിക്സിനെ ഞാൻ എ എന്നും ഈ മെട്രിക്സിനെ ബി എന്ന് വിളിച്ചു കേട്ടോ. എന്താ എ ബി വരാം? യെസ്, ഈ എലമെന്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഇതിന്റെ ഫസ്റ്റ് റോ ഇതിന്റെ ഫസ്റ്റ് കോളം അല്ലെ. കറസ്പോണ്ടിങ് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആഡ് ചെയ്യാം. എ ഇൻറ്റു എ പ്ലസ് അടുത്തത് ബി ഇൻറ്റു ബി. ഓക്കെ,
Now A12 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? Yes, A12 this matrix in the first row, this matrix in the second column. Okay, corresponding terms multiply ചെയ്യാം. ഇവിടെ നോക്കിയേ, A into minus B അല്ലേ, and B into A. B into A. Yes. A21 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? A21 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? Yes, first matrix in the second row. First matrix in the second row and second matrix in the first column. അല്ലേ? അപ്പോൾ അത് corresponding terms multiply ചെയ്താൽ minus B into A minus B into A plus A into B. Okay? A22 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? A22 yes, first matrix in the second row, രണ്ടാമത്തെ matrix in the second column. Okay? Corresponding elementകൾ multiply ചെയ്യാം. Minus B into minus B plus അടുത്തത് A into A. Okay? So what do we get? Matrix AB is equal to, ഇവിടെ നോക്കിയേ, A into A is A square, B into B is B square അല്ലേ? So first term A square plus B square. ഇവിടെ A into minus B is minus AB. Okay? B into A is BA അല്ലേ? സോ ഇതിനെ മൊത്തം കളക്റ്റീവ്ലി നമുക്ക് തന്നെ എഴുതാം. യെസ്, മൈനസ് ഓൾറെഡി പുറത്തുണ്ട്. A into A square ആയി, B into B B square. Okay? Now how we can write this? Minus B into എന്ന് പറഞ്ഞാൽ minus BA into പ്ലസ് ആണല്ലോ ഇവിടെ. ഹിയർ എന്താ വരിക? A into B is minus BA plus yes, B into A is AB അല്ലെ? എന്താ മൈനസ് ബി എ പ്ലസ് എ ബി? ഒന്നിന്റെ നെഗറ്റീവ് അല്ലേ? സോ ദിസ് വാല്യൂ വിൽ ബിക്കം 0 അല്ലെ? ഹിയർ ഇറ്റ് വിൽ ബിക്കം 0. ഹിയർ മൈനസ് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ മൈനസ് ബി എ, അത് മൈനസ് എ ബി പ്ലസ് എ ഇൻറ്റു ബി അല്ലെ? ഹിയർ ഓൾസോ എ ബി, അതിന് നെഗറ്റീവ് ആണ് മൈനസ് ബി എ. മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, അപ്പൊ മൈനസ് എ ബി പ്ലസ് എ ബി എന്തായി? 0. യെസ്, ഹിയർ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി എന്താ വരിക? ബി സ്ക്വയർ അല്ലെ? എ ഇൻറ്റു എ എന്ത് വരും? എ സ്ക്വയർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ബി ആൻസർ കിട്ടുന്നത് എങ്ങനെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 0 0 എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, യെസ്. നോട്ട് ചെയ്യണമെങ്കിൽ പോസ് ചെയ്തിട്ട്, വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. യെസ്, moving on to our second question. Second question. 1 2 3 into 2 3 4. ഓക്കെ, രണ്ട് മെട്രിക്സ് നമുക്ക് തന്നു. സിമ്പിൾ ആണ്. ഓക്കെ, രണ്ട് മെട്രിക്സ് നമുക്ക് തന്നു. മെട്രിക്സ് 1 2 3 and മെട്രിക്സ് 2 3 4 അല്ലെ? എന്താണ് ഈ മെട്രിക്സിന്റെ ഓർഡർ വരിക? യെസ്, ഓർഡർ എത്ര വരും? എത്ര റോസ് ഉണ്ട് ഇവിടെ? 1 2 3 3 റോസ് അല്ലെ? എത്ര കോളം ഉണ്ട്? ഓൺലി എ സിംഗിൾ കോളം. സോ ഇറ്റ്സ് ഓർഡർ വിൽ ബി 3/1. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്? യെസ്, എത്ര റോസ് ഉണ്ട് ഇവിടെ? ഓൺലി എ സിംഗിൾ റോ, ഒറ്റ റോയേ ഉള്ളൂ അല്ലെ? 1 യെസ്, എത്ര കോളംസ് ഉണ്ട്? 1 2 3 അല്ലെ? സോ ഈ മെട്രിക്സിന്റെ ഓർഡർ 3/1 ആണ്. And this matrix in the order is 1/3. Okay, ഇപ്പൊ രണ്ടും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ കണ്ടീഷൻ? ഈ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും ഈ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കിയിട്ടുണ്ടോ? 1 is equal to 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ഇറ്റ് വിൽ ബി ഓഫ് ഓർഡർ 3/3 അല്ലേ? ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്താ കിട്ടുക? വി ഗെറ്റ് അനദർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3. ഓക്കെ, ഒരു 3/3 മെട്രിക്സ് എങ്ങനെയായിരുന്നു? 3/3 മെട്രിക്സ് നമ്മൾ എഴുതാം. യെസ്, എത്ര എലമെന്റ്സ് ഉണ്ടാവും 3/3 മെട്രിക്സിനകത്ത്? യെസ്, m into n എലമെന്റ്സ് അല്ലെ? ദാറ്റ് ഈസ് 3/3 ആണെങ്കിൽ 3 into 3 എത്ര എലമെന്റ്സ് ഉണ്ടാവും? 9 എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, 3 റോസും 3 കോളംസും വരുന്ന ആൾക്കാരാണെന്ത്? 3/3 മെട്രിക്സ്. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റ് എന്ത് വരും?
ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ അത് ഏതാ എലമെന്റ് വരിക? A11. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇയാൾ ആരാണ്? ഫസ്റ്റ് റോ തന്നെ സെക്കൻഡ് കോളം അല്ലെ? സോ ദാറ്റ് ഈസ് A12. ആൻഡ് ഹിയർ എന്താ വരും? ഫസ്റ്റ് റോ തേർഡ് കോളം, ദാറ്റ് ഈസ് A13. ഓക്കെ, ഇവിടെ വരുന്ന ആള് this member belongs to second row അല്ലെ? and first column, so this will be A21 and this will be A22 and this will be A23. okay, here ഇയാൾ വരും A31 and what will be this man? ഇയാൾ ആരായിരിക്കും? ഇയാള് it belongs to third row അല്ലെ? ഏത് കോളത്തിലാ? സെക്കൻഡ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം. സോ ഇയാളുടെ പേരെന്താ വരിക? A32 and this will come as A33. ഓക്കെ, ഇങ്ങനെയാണ് ടിപ്പിക്കൽ 3x3 മെട്രിക്സ് will look like as this അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുക അല്ലെ? സോ മെട്രിക്സ് AB is equal to this matrix is A, this matrix is B. മെട്രിക്സ് AB is equal to ശ്രദ്ധിക്കുക 3x3 മെട്രിക്സ് കിട്ടാൻ ശ്രദ്ധിക്കുക A11 എന്ന് പറയുന്ന എലമെന്റിനെ കിട്ടണമെങ്കിൽ യെസ് മെട്രിക്സ് A അല്ലെ ഇതിന്റെ ഫസ്റ്റ് റോയും യെസ് ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളും അല്ലെ? ഇതിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ദിസ് അല്ലെ? ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇയാണ്. ഓക്കെ, എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒറ്റ എലമെന്റ് ഉള്ളൂ അല്ലെ? ഈ റോയ്ക്കകത്ത് എനിക്ക് ഒരൊറ്റ എലമെന്റ് ഉള്ളൂ 1 ആൻഡ് ഇവിടെ ഈ കോളത്തിനകത്ത് എനിക്ക് ഒരൊറ്റ എലമെന്റ് ഉള്ളൂ 2. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 2 and get it as 2. ഓക്കെ, കാരണം ഇനിയിപ്പോ വേറെ ആഡ് ചെയ്യാൻ എനിക്ക് വേറെ എലമെന്റ്സ് ഇല്ല കേട്ടോ. ഓക്കെ, നൗ വാട്ട് വിൽ ബി ദിസ് നമ്പർ? A12 കണ്ടുപിടിക്കണമെങ്കിൽ യെസ് ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എടുക്കുക ആൻഡ് ഈ മെട്രിക്സിന്റെ ഏതെടുക്കേണ്ടത്? സെക്കൻഡ് കോളം അല്ലെ? A12 അല്ലേ? കറസ്പോണ്ടിങ് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 3 3. ഇനി വേറെ ആരെയും മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് എവിടെ ഉണ്ടോ? ഇല്ല കേട്ടോ. ഇറ്റ് ഈസ് സിംപ്ലി 3. ആൻഡ് വാട്ട് വിൽ ബി A13? 1 into 4, that is 4. okay, now what is A21? A21 എങ്ങനെ കണ്ടുപിടിക്കുക? യെസ് ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ അല്ലെ? ആൻഡ് സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം, അതാണ് A21 അല്ലെ? that is 2 into 2 and getting it as 4. okay, now this element വരും 2 into 3 6 വരും and here 2 into 4 it will come around 8. now last row first element is A31. A31 എങ്ങനെ കണ്ടുപിടിക്കുക? A31 belongs to yes ഈ മെട്രിക്സിന്റെ തേർഡ് റോ ഞാൻ എടുക്കണം ആൻഡ് ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം ഞാൻ എടുക്കണം അല്ലെ? ഓക്കെ, ഈ മെട്രിക്സിന്റെ തേർഡ് റോയും ഈ മെട്രിക്സിന്റെ സെക്കൻഡ് കോളത്തിനെയും കറസ്പോണ്ടിങ് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റുകൾ ഒറ്റ ആളേ ഉള്ളൂ, അപ്പൊ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 into 2 is 6. ഓക്കെ, 3 into 3 is 9. 3 into 4 is 12. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സ്, ഒരു മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ m by n, അടുത്ത മെട്രിക്സ് ഈസ് ഓർഡർ ഓഫ് n by p ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ റീസൺ? നമ്പർ ഓഫ് കോളംസ് ഓഫ് ദിസ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദിസ് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും ആൻഡ് ഇറ്റ്സ് ഓർഡർ വിൽ ബി m by p. ദിസ് m, ദിസ് p, m by p. എന്നില്ല, ഈ എന്നെയാണ് മാറ്റിക്കൊണ്ടാണ് വിചാരിച്ചത് m by p. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഒരു മെട്രിക്സിന്റെ ഓർഡർ m by n ആണ് എങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് വിൽ ബി ഈക്വൽ ടു m into n കേട്ടോ. അപ്പൊ അതും ഓർത്തിരിക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, വിട്ടുപോകരുത് കേട്ടോ. നൗ വി മൂവ് ടു അവർ യെസ് തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? യെസ് 1 minus 2 2 3. This is matrix A and matrix B. Matrix B is a 2 by 3 matrix ആണ്. എഴുതാ 1 2 3 2 3 1 2 3 1. okay, 1 minus 2 2 3 1 2 3 2 3 1. ഓക്കെ, ഈ രണ്ട് മെട്രിക്സിന്റെയും പ്രൊഡക്റ്റ്
അല്ലെ എ ഇൻറ്റു ബി ആണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈ മെട്രിക്സിനെ എന്ന് വിളിച്ചു, ഈ മെട്രിക്സിനെ ബി എന്ന് വിളിച്ചു കേട്ടോ. നോക്കിയേ, ഈ മെട്രിക്സിന്റെ ഓർഡർ ഈസ് 2/2 അല്ലെ, ആൻഡ് ദിസ് മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ 2/3. ഒരു 2/2 മെട്രിക്സും ഒരു 2/3 മെട്രിക്സും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. ഓക്കെ, രണ്ടോ റോസും ഈക്വൽ ആണ് എങ്കിൽ വി ക്യാൻ മൾട്ടിപ്ലൈ ദിസ്. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് ഏത് മെട്രിക്സ് കിട്ടാം? I will get a matrix of order 2/3 അല്ലെ, 2/3. എന്താ 2/3 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, രണ്ട് റോസും എത്ര കോളംസ് വേണം? 1, 2, 3 കോളംസ് ഉള്ള ആളാണ് എന്ന് വിളിക്കുക നമ്മള്. 2/3 മെട്രിക്സ് എന്ന് വിളിക്കുക അല്ലെ. രണ്ട് റോസും 3 കോളംസ് അല്ലേ. ഓക്കെ, ആൻഡ് ഇവിടെ വരുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? യെസ്, ദിസ് ബിലോങ്സ് ടു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം A11. ഇയാൾ എങ്ങനെ വരാം? It belongs to first row, second column A12, A13, and this man will be A21, A22. ഇയാൾ എന്താ വരിക? ഇയാൾ ഏത് റോയിലാണ് കിടക്കുന്നത്? സെക്കൻഡ് റോ അല്ലെ. കറസ്പോണ്ടിങ് ടു വിച്ച് കോളം? തേർഡ് കോളം. സോ ഇയാളുടെ പേര് എന്ത് വരും? A23. ഓക്കെ, സോ ദിസ് ഈസ് മൈ ടിപ്പിക്കൽ 2/3 മെട്രിക്സ്. ഓക്കെ, ശ്രദ്ധിക്കാം, നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. A ഇൻറ്റു ബി ചെയ്യാം. യെസ്, അങ്ങനെ വരിക 2/3 മെട്രിക്സ്. ഫസ്റ്റ് എലമെന്റ് A11 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം അല്ലെ. ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എടുക്കാം, ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എടുക്കാം. അതല്ലേ A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കാം. ഓക്കെ, ഇനി ഇതിലെ കറസ്പോണ്ടിങ് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആഡ് ചെയ്യുക കേട്ടോ. 1 ഇൻറ്റു 1 പ്ലസ് അടുത്ത -2 ഇൻറ്റു 2. ദിസ് ഈസ് മൈ ഫസ്റ്റ് എലമെന്റ് A1. എന്താ ഇനി A12 വരാം? യെസ്, A12 എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സെറ്റിലെ ഫസ്റ്റ് റോ എടുക്കുക, രണ്ടാമത്തെ മെട്രിക്സിലെ സെക്കൻഡ് കോളം. കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു 2 പ്ലസ് അടുത്ത് -2 ഇൻറ്റു 3. ഓക്കെ, ദിസ് ഈസ് മൈ എലമെന്റ് A12. ഇനി വാട്ട് വിൽ ബി മൈ A13 കിട്ടണമെങ്കിൽ യെസ്, ഇവിടെ ഞാൻ ഫസ്റ്റ് റോ എടുക്കണം, ഇവിടെ എന്ത് ചെയ്യണം? തേർഡ് കോളം എടുക്കണം അല്ലെ. കറസ്പോണ്ടിങ് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു 3 പ്ലസ് -2 ഇൻറ്റു 1. ഓക്കെ, നൗ ഇവിടെ A21 എടുക്കണമെങ്കിൽ ഈ മെട്രിക്സിന്റെ സെക്കൻഡ് റോ, ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം അല്ലെ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2. ഓക്കെ, now what is A22? ഇതിന്റെ സെക്കൻഡ് റോ എടുക്കുക, ഇതിന്റെ സെക്കൻഡ് കോളം എടുക്കുക അല്ലെ. 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3. ഓക്കെ, now ലാസ്റ്റ് A23 എങ്ങനെ കണ്ടുപിടിക്കാം? ഈ മെട്രിക്സിന്റെ സെക്കൻഡ് റോ എടുക്കുക, ഈ മെട്രിക്സിന്റെ തേർഡ് കോളം എടുക്കുക അല്ലെ. കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 1. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, നമുക്ക് ഫൈനൽ റിസൾട്ട് എഴുതാം അല്ലെ. മെട്രിക്സ് AB is equal to 1 into 1 is 1, -2 into 2 is -4 അല്ലെ. 1 -4 എത്ര വരും? -3. ഓക്കെ, 1 into 2 is 2, -2 into 3 is -6 അല്ലെ. 2 -6 എന്ത് വരും? 2 -6 will be -4. 1 into 3 is 3, -2 into 1 is -2 അല്ലെ. 3 -2 എത്ര വരും? 3 -2 will be 1. Here 2 into 1 is 2, 3 into 2 is 6 അല്ലെ. 2 plus 6 എത്ര വരും? 8. 2 into 2 is 4, 3 into 3 is 9, 4 plus 9 എത്ര വരും? 13. Here 2 into 3 is 6, 3 into 1 is 3, 6 plus 3 9. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് കേട്ടോ. എളുപ്പമല്ലേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? -3 8, -4 1, 8 13 9. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് കേട്ടോ. എളുപ്പമാണ്. ഫൈൻ, യെസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ രണ്ട് 3/3 മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, yes, we can move to
Sixth question. Yes. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. Yes, move into sixth question. Okay. Simplify. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Simplify. Cos theta into ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. Cos theta, sin theta, minus sin theta, cos theta, plus sin theta into sin theta minus cos theta, sin theta minus cos theta, cos theta sin theta, cos theta sin theta. Okay. നമുക്ക് ഈ രണ്ട് മെട്രിക്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. അപ്പൊ പുറമെ കോസ് തീറ്റ ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട് അല്ലെ? എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. എന്ത് വരും? ഈ കോസ് തീറ്റയും ബ്രാക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ, കോസ് തീറ്റ സൈൻ തീറ്റ, യെസ് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, യെസ് കോസ് തീറ്റ എന്ന് കഴിഞ്ഞാൽ again cos square theta. This is my first matrix. Okay. ഞാൻ ഇവിടെ sin theta ആഡ് ചെയ്തതിന് എന്ത് വരും? സോറി, sin theta മൾട്ടിപ്ലൈ ചെയ്തതിനാൽ sin square theta minus sin theta cos theta അല്ലേ? sin theta cos theta, sin theta into sin theta sin square. Okay. രണ്ട് മെട്രിക്സും ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും ഓർഡർ ഷുഡ് ബി സെയിം. ഹിയർ ഇറ്റ് ഈസ് സെയിം 2/2. Then we can add the corresponding terms അല്ലെ? cos square theta sin square theta, cos square theta sin square theta കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1. റിസൾട്ട് നമ്മൾ പറഞ്ഞു കേട്ടോ. cos square theta plus sin square theta 1. cos theta sin theta പ്ലസ് മൈനസ് മൈനസ് അല്ലെ? cos theta sin theta minus sin theta cos theta cancel. Okay. See. Again minus sin theta cos theta sin theta cos theta, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, cancel out 0. cos square theta plus sin square theta is again 1. Okay. So എനിക്ക് എന്ത് കിട്ടി? ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. Okay. Sixth question എളുപ്പമാണ്. Yes. Yes, moving on to our seventh question. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരെണ്ണമാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ടും സെയിം ടൈപ്പ് ആണ്, സിമിലർ ടൈപ്പ് ആണ്. അതിലൊന്ന് നമുക്ക് ചെയ്യാം. യെസ്, സെവൻത്ത് ക്വസ്റ്റ്യൻ. Find x and y. Find x and y. If x plus y equal to എത്ര കിട്ടുന്നത്? 7 0 2 5 matrix 7 0 2 5 and x minus y equal to 3 0 0 3. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇവിടെ നോക്കിയേ, എക്സും വൈയും എനിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ രണ്ടും കൂട്ടുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? മെട്രിക്സ് ആണ് കിട്ടുന്നത്. രണ്ടും കുറയ്ക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ എക്സും വൈയും എന്താണ്? ദേ ആർ മെട്രിസസ് അല്ലെ? രണ്ട് മെട്രിസസ് ആണ് ഓഫ് ഓർഡർ 2/2. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇക്വേഷൻസ് ആണ് അല്ലെ? നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ കഴിഞ്ഞ പ്ലസ് വണ്ണാത്തൊക്കെ പഠിച്ചതാണ് അല്ലെ? ലീനിയർ ഇക്വേഷൻസിനകത്ത് പഠിച്ചതാണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. രണ്ട് അൺനോൺസും രണ്ട് ഇക്വേഷൻസും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നുകിൽ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് ചെയ്യുക, കോഎഫിഷ്യന്റുകൾ സെയിം ആക്കുക അല്ലെ? ഈ രണ്ട് ക്വസ്റ്റ്യനും ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ ആഡ് ചെയ്തേനാ. ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് എക്സ് എന്ത് വരും? 2x അല്ലെ? y പ്ലസ് മൈനസ് y, y പ്ലസ് മൈനസ് y is y മൈനസ് y, ക്യാൻസൽ ഔട്ട് 0 അല്ലെ? ഇവിടെ എന്താ വരിക? യെസ്, 7 0 2 5 എന്ന് പറയുന്ന മെട്രിക്സ് പ്ലസ് 3 0 0 3 എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് രണ്ടും 2/2 ഓർഡർ ആണ് അല്ലെ? അപ്പൊ എന്താ ആഡ് ചെയ്യുമ്പോൾ വരിക? കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുക. 7 പ്ലസ് 3 എത്ര വരും? 10 വരും. 0 പ്ലസ് 0 0, 2 പ്ലസ് 0 2, 5 പ്ലസ് 3 is 8.
ഓക്കെ. സോ 2x എന്ന് പറയുന്ന ഇയാളാണ് അല്ലെ. ഞാൻ ഇവിടെ ഒരു ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? ബൈ 2 ചെയ്യണം അല്ലെ. അങ്ങനെയല്ലേ ഇക്വേഷന്റെ ഒരു ഭാഗത്ത് ഞാൻ ഒരു ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഭാഗത്ത് എന്ത് ചെയ്യണം? സെയിം ഓപ്പറേഷൻ കൊടുക്കണം അല്ലെ. ഇവിടെ ഞാൻ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബൈ 2 കൊടുക്കാണ്. 2x by 2 എന്താ? x അല്ലെ. യെസ്, 1 by 2 ഈ ബ്രാക്കറ്റിലേക്ക് കൊടുത്താൽ എന്ത് വരും? 10 into 1 by 2 is 5. 1 by 2 into 0 is 0. 1 by 2 into 2 is 1. 1 by 2 into 8 is 4. ഓക്കെ, ഇന്നലെ എങ്ങനെ ചിന്തിച്ചാൽ മതി. 2x is equal to 10, 0, 2, 8 എന്നാണ് അല്ലെ. സോ എന്താ x വരും? യെസ്, ഇതിനെ by 2 ചെയ്യണം. This by 2 means I am multiplying all terms, all the corresponding terms, all the elements of this matrix with 1 by 2. Okay. ഇപ്പൊ എനിക്ക് x എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇത് കമ്പാസ് x എന്ന് കിട്ടിയത് x as 5, 0, 1, 4 അല്ലെ. അപ്പൊ x എനിക്ക് കിട്ടി. മെട്രിക്സ് x is equal to 5, 0, 1, 4. ഓക്കെ, ഇപ്പൊ 5, 0, 1, 4 ആണ് എനിക്ക് മെട്രിക്സ് x കിട്ടിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി മൈ മെട്രിക്സ് y? y എന്ന് പറയുന്ന മെട്രിക്സ് എന്താ വരിക? യെസ്, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഇതല്ലെങ്കിൽ ഇത് ഐ എം ടേക്കിംഗ് ദി ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കാണ് കേട്ടോ. ഓക്കെ, ഇവിടെ x പ്ലസ് y ഇതാണ്. സോ വാട്ട് വിൽ ബി മൈ y? y എന്താ വരിക? y വിൽ ബി 7, 0, 2, 5 മൈനസ് അല്ലെ. ഈ x ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് x അല്ലെ. മൈനസ് വാട്ട് ഈസ് x? 5, 0, 1, 4. ഓക്കെ, എന്താ മൈനസ് വരിക? യെസ്, 7 minus 5 is 2, 0 minus 0 is 0, 2 minus 1 is 1, 5 minus 4 is 1. So this is my matrix. Okay? Yes, എളുപ്പമല്ലേ? എളുപ്പമല്ലേ? Yes, okay. Yes, now we can move to 13th question. 13th question. ബാക്കി എളുപ്പമാണ് കേട്ടോ, അതാണ് നമ്മൾ ചെയ്യാത്തത്. 13th question ശ്രദ്ധിക്കാം. 13th question ശ്രദ്ധിക്കാം. The question is, if f of x is equal to cos x minus sin x 0, sin x cos x 0, sin x cos x 0, 0, 0, 1. So this is my f of x. Okay, show that f of x into f of y is equal to, show that f of x into f of y is equal to f of x plus y, f of x plus y. Okay, ഇതാണ് നമുക്ക് ഷോ ചെയ്യുന്നത്. f of x നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ f of x എന്ന മെട്രിക്സ് അല്ലേ. അപ്പൊ f of y എന്തായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി ഒരു മെട്രിക്സ് ആയിരിക്കും. ആ രണ്ട് മെട്രിക്സിന്റെയും മൾട്ടിപ്ലിക്കേഷൻ, ആ രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു എന്താന്ന് പ്രൂവ് ചെയ്യണം? f of x plus y ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക, ഇത് f of x ആണെങ്കിൽ എന്താ f of y വരും? വാട്ട് വിൽ ബി മൈ f of y? യെസ്, f of x വന്നപ്പോ cos x മൈനസ് sin x അല്ലെ. sin x cos x 0, 0, 0, 0, 1. ഓക്കെ, ഇപ്പൊ f of y ആണെങ്കിൽ എന്ത് വരും? x ഉള്ളടത്തൊക്കെ y കൊടുക്കാം. cos y മൈനസ് sin y 0, yes, sin y cos y 0, 0, 0, 1. Okay, എന്താ f of x into f of y വരിക? f of x into f of y, അതായത് this matrix into this matrix. Yes, ഇവിടെ നോക്കിയേ, ഈ മെട്രിക്സിന്റെ ഓർഡർ is 3 by 3, ഈ മെട്രിക്സിന്റെ ഓർഡറും 3 by 3 അല്ലെ. ഇതിന്റെ നമ്പർ ഓഫ് കോളംസും ഇതിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്, 3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? 3 by 3. ഓക്കെ, ഇപ്പൊ ഇവിടെയുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിൽ, ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിലെ ഫസ്റ്റ് റോ എടുക്കുക, ഇതിലെ ഫസ്റ്റ് കോളം എടുക്കുക അല്ലെ. യെസ്, കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് cos x into cos y, cos x into cos y പ്ലസ് മൈനസ് sin x മൈനസ് sin y അല്ലെ. മൈനസ് sin x into sin y, 0 into 0, 0 ആണ്, ഞാൻ എഴുതുന്നില്ല.
Okay, now what will be this element? ഈ എലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലെ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. യെസ്, cos x into minus sin y എന്ത് വരും? മൈനസ് sin y into cos x. ഓക്കെ, പ്ലസ് അടുത്ത ആള് മൈനസ് sin x cos y അല്ലെ? എന്ത് വരും? cos y into minus sin x. Okay, now 0 into 0, it will come around as 0. സ്ഥലമില്ല, ഞാൻ എഴുതുന്നില്ല കേട്ടോ, 0 എഴുതുന്നില്ല. യെസ്, വാട്ട് വിൽ ബി മൈ തേർഡ് റോ? തേർഡ് റോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? യെസ്, ഇതിന്റെ ഫസ്റ്റ് റോ എടുക്കുക, ഇതിന്റെ തേർഡ് കോളം എടുക്കുക അല്ലെ? cos x into 0 is 0, minus sin x into 0 is 0, 0 into 1 is 0. എല്ലാം 0 ആയതുകൊണ്ട് this term will be 0. ഓക്കെ, now ശ്രദ്ധിക്കാം, ഇവിടത്തെ അല്ലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? യു ഷുഡ് ടേക്ക് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഓക്കെ, sin x into cos y, sin x cos y. യെസ്, cos x into sin y എന്ത് വരും? cos x sin. ഓക്കെ, നൗ ഇവിടെ ഇയാളെ കണ്ടുപിടിക്കാം സെക്കൻഡ് റോ സെക്കൻഡ് കോളം അല്ലെ? sin x into minus sin y എന്ത് വരും? മൈനസ് sin y sin x പ്ലസ് cos x into cos y, cos x into cos y. 0 into 0 0 ഞാൻ എഴുതുന്നില്ല കേട്ടോ. യെസ്, വാട്ട് വിൽ ബി മൈ സെക്കൻഡ് റോയിലെ മൂന്നാമത്തെ കോളത്തിലെ A23 എങ്ങനെ കണ്ടുപിടിക്കുക? A23, യെസ്, സെക്കൻഡ് റോ എടുക്കുക, തേർഡ് കോളം എടുക്കുക അല്ലെ? sin x into 0 0, cos x into 0 0, 0 into 1 0, 0. ഓക്കെ, നൗ തേർഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൂന്നാമത്തെ റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക അല്ലെ? 0 into cos y 0, 0 into sin y 0, 1 into 0 0, completely 0. ഓക്കെ, ഇയാളെ കണ്ടുപിടിക്കണമെങ്കിൽ ദിസ് ഈസ് തേർഡ് റോ സെക്കൻഡ് കോളം A32 കണ്ടുപിടിക്കണമെങ്കിൽ യു ഷുഡ് ടേക്ക് തേർഡ് റോ ഓഫ് ദിസ് സെക്കൻഡ് കോളം ഓഫ് ദിസ് അല്ലെ? എത്ര വരും? 0 into sin y 0, 0 into cos y 0, 1 into 0 0, 0. യെസ്, ആൻഡ് ഈ എലമെന്റ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ദിസ് ഈസ് A33 അല്ലെ? മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ് അല്ലെ? A33 കണ്ടുപിടിക്കണമെങ്കിൽ ഈ തേർഡ് റോ എടുക്കുക, തേർഡ് കോളം എടുക്കുക അല്ലെ? എന്ത് വരും? 0 into 0 0, 0 into 0 0, 1 into 1, എത്ര വരും? 1. ഓക്കെ, f of x into f of y എന്നുള്ള മെട്രിക്സ് എനിക്ക് കിട്ടി കേട്ടോ. ഇവിടെ നോക്കാം, what is this? cos x cos y പ്ലസ് മൈനസ് മൈനസ് അല്ലേ? cos x cos y minus sin x sin y. എന്താ ഇത്? cos x cos y minus sin x sin y. യെസ്, എന്താ വരിക? cos x plus y, yes, sin x plus y. റിസൾട്ട് നമ്മൾ പഠിച്ചതല്ലേ? cos x plus y അല്ലെ? cos x plus y റിസൾട്ട് അല്ലേ? cos x cos y minus sin x sin y. സോ ഇയാൾക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? cos x plus y എന്ന് കൊടുക്കാം. ഓക്കെ, now this result നോക്കിയേ, sin y cos y അല്ലെ? ഇത് മൈനസ് അല്ലേ? മൈനസ് കൊടുക്കും കേട്ടോ. മൈനസ് cos y sin x, sin y cos x, sin y cos x, sin y minus sin y cos x minus cos y sin x. ഓക്കെ, രണ്ടിനും മൈനസ് കോമൺ ആണ്. ഞാൻ മൈനസ് പുറത്ത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ I'm getting this പ്ലസ് ആയിട്ട് കിട്ടും അല്ലെ? ഓക്കെ, മൈനസ് ഓഫ് cos x sin y, sin x cos y അല്ലെ? ഇത് ഏത് റിസൾട്ടാ? ഇത് ഏതിന്റെ റിസൾട്ടാ? നമ്മൾ പഠിച്ചതാണ്. sin x plus y യുടെ റിസൾട്ടാണ്. sin x plus y യുടെ റിസൾട്ട്. ഓക്കെ, സോ മൈനസ് ഓഫ് sin x plus y. ആൻഡ് അഗൈൻ ദിസ് റിസൾട്ട് sin cos cos sin അല്ലെ? sin x cos y, cos x sin y. ഏതിന്റെ റിസൾട്ടാണ്? നമ്മൾ തൊട്ട് പിന്നെ പറഞ്ഞതാ, sin x plus y. ഓക്കെ, now this റിസൾട്ട് എന്താ വരിക? ഇവിടെ നോക്കിയേ, ഇതിനൊന്ന് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, cos x cos y മൈനസ് sin x sin y അല്ലെ? ഇതേ റിസൾട്ട് അല്ലേ? rewrite as cos x plus y. ഓക്കെ, അപ്പൊ വലിയ ടേംസിനൊക്കെയാണ് ചെറിയ ചെറിയ ടേംസ് ആക്കി മാറ്റി കേട്ടോ. ഇവിടെ നോക്കിയ f of x f of y എന്നുള്ളത് എനിക്ക് എന്ത് കിട്ടി? cos x plus y മൈനസ് sin x plus y 0, sin x plus y cos x plus y 0 0 0 1.
അല്ലെ? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നതാണ്. അതായത് നമുക്ക് കിട്ടിയ ഈ മെട്രിക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നോക്കി എഫ് ഓഫ് എക്സ് വന്നപ്പോൾ ഞാൻ കോസിന്റെ അർത്ഥം സൈന്റെ അർത്ഥമൊക്കെ എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. വൈ വന്നപ്പോ എന്ത് വന്നു? ആ എക്സ് അർത്ഥമൊക്കെ ഞാൻ വൈ കൊടുത്തു. കണ്ടോ? കോസ് വൈ മൈനസ് സൈൻ വൈ കോസ് വൈ അല്ലെ? അപ്പൊ എന്താ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോ എന്താ വരിക? എക്സ് പ്ലസ് വൈ വരുമ്പോ എന്താ വരിക? യു ഹാവ് ടു എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് വൈ കൊടുക്കണം അല്ലെ? ദാറ്റ് ഈസ് ഇയാൾ എന്ത് വരും? കോസ് എക്സ് പ്ലസ് വൈ. ഇയാൾ എന്ത് വരും? മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ. ഹിയർ ഇറ്റ് ഈസ് 0. സൈൻ എക്സ് എന്ത് വരും? സൈൻ എക്സ് പ്ലസ് വൈ. കോസ് എക്സ് കോസ് എക്സ് പ്ലസ് വൈ 0 and last row 0 0. Okay, which is exactly as that of what we get in f of x into f of y. Okay, so നമ്മൾ ഷോ ചെയ്തെന്താ? f of x into f of y is equal to f of x plus y ആണെന്ന് ഷോ ചെയ്യും. Okay, so please pause the video. നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. യെസ്, ഒറ്റ ക്വസ്റ്റിനോട് നമുക്ക് ഈ സെക്ഷൻ ചെയ്യാം. യെസ്, മൂവിംഗ് ഓൺ ടു 15th ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സർ, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 15th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് a square minus 5a plus 6i plus xi if a is equal to a ഞാൻ എഴുതാണ്. a is equal to 201 201 213 1 minus 1 0. Okay, so this is our question. Find, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? a square minus 5a plus 6i. ഓക്കെ, ഈ ഒരു ഇക്വേഷന്റെ ആൻസർ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സച്ച് ദാറ്റ് ഇതിനകത്ത് a എന്ന് പറയുന്ന ആളാരാണ്? 201 213 1 minus 1 0. ഓക്കെ, അപ്പൊ a എന്ന് പറയുന്ന ആള് മെട്രിക്സ് ആണ്. ഓക്കെ, ഇപ്പൊ മെട്രിക്സിന്റെ ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ i എന്ന് പറയുന്നത് എന്താ? ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഓരോ ടേംസും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ പോകും. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട a സ്ക്വയർ ആണ്. a സ്ക്വയർ മീൻസ് a ഇൻറ്റു a അല്ലെ? സോ മെട്രിക്സ് a ഞാനിവിടെ എഴുതി. സോ a ഇൻറ്റു a എന്ന് പറയുന്നത് a സ്ക്വയർ ഇസ് ഈക്വൽ ടു a ഇൻറ്റു a ഇസ് അഗൈൻ ഒരു a ഞാനിവിടെ എഴുതി കേട്ടോ. സെയിം മെട്രിക്സ് തന്നെ ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇതിന്റെ ഓർഡർ 3/3 ആണ്, ഇതിന്റെ ഓർഡർ 3/3 ആണ്. രണ്ട് 3/3 മെട്രിക്സ് ആണ് എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള കണ്ടീഷൻ ഉണ്ട്. ഇതിന്റെ കോളത്തിന്റെ എണ്ണവും ഇതിന്റെ റോയുടെ എണ്ണവും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പുതിയ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 3/3. 3/3 മെട്രിക്സ് എങ്ങനെ എഴുതാം നമ്മള്? യെസ്, a11 a12 a13 a21 a22 a23 a31 a32 a33 അല്ലെ? ഇതാണ് എന്റെ ഒരു ടിപ്പിക്കൽ 3/3 മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ നോക്കാം. a സ്ക്വയർ, യെസ്, a11 എന്ന് പറയുന്ന ആളെ കിട്ടണമെങ്കിൽ യെസ് യു ഷുഡ് ടേക്ക് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെ? അപ്പൊ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം. 2 into 2 4 അല്ലെ? 2 into 2 എത്ര വരും? 4. യെസ്, 0 into 2 എത്ര വരും? 0. 1 into 1 1, that is 4 plus 1 എത്ര വരും? 4 plus 1 5. ഓക്കെ, ഇനി a12 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ സെക്കൻഡ് റോ എടുക്കുക. യെസ്, കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 2 into 0 0, 0 into 1 0, 1 into -1 -1. ഓക്കെ, നൗ a13 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ഇതിലെ ഫസ്റ്റ് റോ എടുക്കുക, ഇതിലെ തേർഡ് കോളം എടുക്കുക കേട്ടോ. 2 into 1 is 2, 2 into 1 is 2, 0 into 3 is 0, 1 into 0 0, so 2 plus 0 എന്ന് വരും 2. ഓക്കെ, നൗ a21 കണ്ടുപിടിക്കണമെങ്കിൽ എന്തെടുക്കണം? സെക്കൻഡ് റോ അല്ലെ? സെക്കൻഡ് റോ എടുക്കുക, ഇവിടെ എന്തെടുക്കണം? ഫസ്റ്റ് കോളം എടുക്കുക കേട്ടോ. 2 into 2 4 വരും. യെസ്, 1 into 2 2 വരും അല്ലെ?
3 into 1 3 വരും. 3 പ്ലസ് എന്ത് വരും? 4 plus 2 6 plus 3 9. ഓക്കെ. നൗ A22 നെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് റോ എടുക്കുക, സെക്കൻഡ് കോളം എടുക്കുക കേട്ടോ. 2 into 0 0, 1 into 1 1, 3 into -1 -3 അല്ലെ? മൂന്നും കൂടി ആഡ് ചെയ്ത് നോക്കി. 0 plus 1 1, 1 plus -3 1 -3 -2. ഓക്കെ. നൗ A23 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? യെസ്, സെക്കൻഡ് റോ തേർഡ് കോളം അല്ലെ? 2 into 1 2, 1 into 3 3, 3 into 0 0, so 2 plus 3 എത്ര വരും? 5. Okay, now moving on to A31. A31 എടുക്കണമെങ്കിൽ you should take this row and this column. 1 into 2 എത്ര വരും? 1 into 2, 1 into 2 is 2. Okay, minus 1 into 2 minus 2, 0 into 1 0 അല്ലെ? ഈ മൂന്ന് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിയേ. 2 minus 2 0 അല്ലെ? 0. യെസ്, A32 നെ കണ്ടുപിടിക്കാം. ഇവിടെ തേർഡ് റോ എടുക്കുക, ഇവിടെ സെക്കൻഡ് കോളം എടുക്കുക അല്ലെ? 1 into 0 0, minus 1 into 1 എന്ന് പറയുന്നത് -1 ആണ്. 0 into -1 is again 0, so that is -1. And what is A33? A33 നെ കണ്ടുപിടിക്കാം. തേർഡ് റോ തേർഡ് കോളം എടുക്കുക അല്ലെ? 1 into 1 is 1, -1 into 3 is -3, 0 into 0 is 0, 1 minus 3 എത്രയാണ്? -2. ഓക്കെ. അപ്പൊ A സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടി കേട്ടോ. A സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടിയില്ലേ? എത്ര കിട്ടിയ? 5 -1 2, 9 -2 5, 0 -1 -2. ഓക്കെ. ഒരു 3x3 മെട്രിക്സില് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. സോ A സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ് എനിക്ക് കിട്ടി. യെസ്, വാട്ട് ഈസ് A സ്ക്വയർ? A square is, ഞാൻ ഇവിടെ എഴുതാണ്, ഈക്വേഷൻ പോലെ തന്നെ എഴുതാണ്. 5 -1 2, 9 -2 5, 0 -1 -2. This is my matrix A square. Okay. Now ഇനി നമുക്ക് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാനുള്ള ആരാണ്? 5A അല്ലെ? A എന്ന് പറയുന്ന മെട്രിക്സ്, വാട്ട് ഈസ് മെട്രിക്സ് A? മെട്രിക്സ് A ഞാൻ വായിച്ചത് 2 0 1 2 1 3, 1 -1 0. This is my matrix A. Okay. A ഇതാണെങ്കിൽ what will be 5A? എന്താ ചെയ്യേണ്ടത്? സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാ ടേംസിനെ എന്ത് ചെയ്യണം? എല്ലാ ടേംസിനെ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം നോക്കുക. A സ്ക്വയർ ഞാൻ ഇവിടെ എഴുതി, മൈനസ് what will be 5A ഞാൻ ഇവിടെ നോക്കട്ടോ. This is my matrix A. 5A എന്ന് വരും. എല്ലാത്തിനും കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? 5 into 2 10, 5 into 0 0, ഇവിടെ 5 വരും. യെസ്, അഗൈൻ 10, 5 15, 5 -5 0. ഓക്കെ. ലാസ്റ്റ് നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? യെസ്, 6i അല്ലെ? 6i ശ്രദ്ധിക്കാം. ആസ് എ ഇക്വേഷൻ അല്ലെ? ഇത് 3x3 മെട്രിക്സ് ആണ്, ഇത് 3x3 മെട്രിക്സ് ആണ് അല്ലെ? ഇത് രണ്ട് സോൾവ് ചെയ്താൽ നമുക്ക് 3x3 മെട്രിക്സ് ആയിരുന്നു. ഇനി അതിന്റെ കൂടെ എനിക്ക് 6i ചെയ്യണം അല്ലെ? 6i ചെയ്യണ്ടേ? I എന്ന് പറയുന്നത് ജസ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, അതിന്റെ ഓർഡർ ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇവിടെ ഏത് ടൈപ്പ്, ഏത് ഓർഡറുള്ള മെട്രിക്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്? യെസ്, ഇതിന്റെയൊക്കെ ഓർഡർ സെയിം ആയാലല്ലേ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ I എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സിന് ഓർഡർ ഷുഡ് ബി 3x3. ഓക്കെ. ഇപ്പൊ ഒരു 3x3 മെട്രിക്സ് ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ എഴുതാം. 1 0 0 0 1 0 0 0 1 അല്ലെ? എന്താ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കണ്ടീഷൻ? ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലെ? സ്കേലാർ മെട്രിക്സ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. യെസ്, ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് പ്രത്യേകത എന്താ? ഡയഗണൽ എലമെന്റ്സ് എടുക്കുക, ബാക്കിയെല്ലാം 0. യെസ്, ഇറ്റ് ഈസ് എ സ്കേലാർ മെട്രിക്സ് ടു. എന്താ സ്കേലാർ മെട്രിക്സിന്റെ പ്രത്യേകത? ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആൻഡ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ് എങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് നോക്കുക അല്ലെ? സോ ദിസ് ഇസ് എ ഐഡന്റിറ്റി മെട്രിക്സ് I. ഓക്കെ. അപ്പൊ I ഇതാണെങ്കിൽ വാട്ട് വിൽ ബി മൈ 6i? യെസ്, പ്ലസ് 6i അല്ലേ? എന്താ 6i വരാം? യെസ്, എല്ലാ ടേംസിനും കൂടെ എന്ത് ചെയ്യണം?
6 മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഇവിടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ 6 0 0 0 6 0 0 0 6 ഇതാണ് നമുക്ക് കിട്ടും. യെസ്. ഇനി നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കുന്നതല്ലേ? എല്ലാം 3x3 മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇതാ മതി, കറസ്പോണ്ടിങ് ടേംസിൽ ആ ഓപ്പറേഷൻ കൊടുത്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്നതും ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. ശ്രദ്ധിക്കാം, ഹിയർ ഇറ്റ് ഈസ് 5 5 മൈനസ് 10 ഈസ് മൈനസ് 5 മൈനസ് 5 പ്ലസ് 6 എന്ത് വരും? 1. ഓക്കെ, ഇവിടെ മൈനസ് 1 മൈനസ് 1 മൈനസ് 0 മൈനസ് 1 തന്നെ. അഗൈൻ പ്ലസ് 0 എന്ത് വരും? മൈനസ് 2 2 മൈനസ് 5 ഈസ് മൈനസ് 3. ഇവിടെ 0 അല്ലേ? മൈനസ് 3. ഓക്കെ, കറസ്പോണ്ടിങ് ടേംസിന് ആ ഓപ്പറേഷൻ കൊടുക്കുക, വേറെ ഒന്നുമില്ല. 9 മൈനസ് 10 മൈനസ് 1 യെസ് മൈനസ് 1 മൈനസ് 2 മൈനസ് 5 മൈനസ് 2 മൈനസ് 5 മൈനസ് 7 അല്ലെ? മൈനസ് 7 പ്ലസ് 6 എത്ര വരും? യെസ് മൈനസ് 1. ഓക്കെ, now 5 മൈനസ് 15 5 മൈനസ് 15 എന്ന് പറയുന്നത് മൈനസ് 10 ആണ് അല്ലെ? ഹിയർ ഇറ്റ് ഈസ് 0, സോ ആൻസർ ഹിയർ ഇറ്റ് ഈസ് മൈനസ് 10 സെൽ. 0 മൈനസ് 5 എന്ന് പറയുന്നത് മൈനസ് 5 അല്ലെ? ഹിയർ ഇറ്റ് ഈസ് 0, സോ ദിസ് വാല്യൂ ഈസ് മൈനസ്. മൈനസ് 1 മൈനസ് മൈനസ് 5 അല്ലെ? മൈനസ് 1 ഇവിടെ ഓൾറെഡി ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് 5 എന്ന് പറയുന്ന എന്ത് വരും? പ്ലസ് 5. 5 മൈനസ് 1 ഇസ് 4 അല്ലെ? ദിസ് വാല്യൂ ഈസ് 4. അവിടെ 0 ആണ് കേട്ടോ. മൈനസ് 2 മൈനസ് 0 ഇസ് മൈനസ് 2. മൈനസ് 2 പ്ലസ് 6 എന്ത് വരും? മൈനസ് 2 പ്ലസ് 6 6 മൈനസ് 2 ഇറ്റ് ഈസ് 4. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷന്റെ റിസൾട്ട് എനിക്ക് എന്ത് കിട്ടി? I get a 3x3 matrix. I get a 3x3 matrix. 1 minus 1 minus 3 minus 1 minus 1 minus 10 5 4 sorry minus 5 4 4. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു സെഷനിൽ പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി എളുപ്പമാണ്. ആൻഡ് എല്ലാ ടൈപ്പിലും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. സോ വി ക്യാൻ മൂവ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു ടോപ്പിക്കാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സ് എ, അതിന്റെ ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഒബ്ടൈൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്. ഓക്കെ, ഒരു മെട്രിക്സ് എയുടെ റോ കംപ്ലീറ്റ് കോളംസ് ആക്കി എഴുതുകയും എഴുതുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താ? കോളംസ് എന്താവുന്നു? റോ ആവുന്നു. ഇപ്പൊ ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് കേട്ടോ. അങ്ങനെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയൊരു മെട്രിക്സ് കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് മെട്രിക്സ് ഈസ് ഇറ്റ്സ് ട്രാൻസ്പോസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 3x3 മെട്രിക്സ് ഞാൻ എഴുതാണ്. 2 3 1 0 minus 1 0 1 1 2. ഓക്കെ, ദിസ് ഈസ് മൈ മെട്രിക്സ് എ. ഓക്കെ, ഈ മെട്രിക്സിനെ ട്രാൻസ്പോസ് ഞാൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. എ, അതിന്റെ മുകളിൽ ടി, അല്ലെങ്കിൽ വേറെ നൊട്ടേഷൻ എന്താ? എ എഴുതിയിട്ട് അതിന് മുകളിലൊരു ഡാഷ് ഇടാം, അല്ലെങ്കിൽ എ ഡാഷ് എ പ്രൈം എന്നൊക്കെ പറയും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇപ്പൊ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഈസ് ഗിവൺ ആസ്, ഇതും ഒരു മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, എന്താ കണ്ടീഷൻ? ഇതിന്റെ റോസ് കംപ്ലീറ്റ് എന്താക്കി മാറ്റി എഴുതാം? റോസും കോളംസും ഇന്റർചേഞ്ച്. ഇപ്പൊ റോസ് എങ്ങോട്ട് മാറ്റി എഴുതാം? കോളത്തിലേക്ക് മാറ്റി എഴുതാം കേട്ടോ. അതിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 2 3 1. ഓക്കെ, അപ്പൊ അതിനെ എവിടേക്ക് വരുമ്പോ എന്തിലേക്ക് എഴുതണം? കോളത്തിന്റെ രൂപത്തിൽ അല്ലെ? ദാറ്റ് ഈസ് ഫസ്റ്റ് കോളം ഈസ് 2 3 4. ഓക്കെ, ഇനി സെക്കൻഡ് റോ ഏതാ? 0 minus 1 0 0 minus 1 0. ഓക്കെ, ഇയാളെ റീഅറേഞ്ച് ചെയ്ത് എങ്ങോട്ട് മാറ്റണം? കോളത്തിന്റെ രൂപത്തിലേക്ക് മാറ്റണം അല്ലെ? കോളം ഈസ് 0 minus 1 0. ഓക്കെ, തേർഡ് റോ ഈസ് 1 1 2 അല്ലെ? ഇതിനെ കോളത്തിലേക്ക് മാറ്റുമ്പോൾ 1 1 2. സോ ഐ ഗെറ്റ് എ ന്യൂ മെട്രിക്സ് such a way that I interchange the rows and columns. റോസും കോളംസും പരസ്പരം ഞാൻ മാറ്റി. ഓക്കെ, ഇപ്പൊ എനിക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടിയല്ലോ. ആൻഡ് ദിസ് മെട്രിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് എ. ഓക്കെ, ഇപ്പൊ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ആ മെട്രിക്സിന്റെ റോയും കോളംസും ഇന്റർചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടുന്നു അല്ലെ? ദാറ്റ് മെട്രിക്സ് ഈസ് ഫോർ ദി യെസ് ട്രാൻസ്പോസ് മെട്രിക്സ്.
ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സിന്റെ ഓർഡർ. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു മെട്രിക്സ് ഞാൻ എടുത്തു, ഒരു 3x2 മെട്രിക്സ് ആണ് എടുക്കുന്നത്. 3x2 മെട്രിക്സ്. എന്താ 3x2 മെട്രിക്സിന്റെ പ്രത്യേകത? 3 റോസും 2 കോളംസ് അല്ലെ. 1 0 2 2 0 3x2 ആകുമ്പോ ഇങ്ങനെയാണ് അല്ലെ. 3x2 2 കോളംസും 3 റോസും. ഓക്കെ, ദിസ് ഈസ് മൈ മെട്രിക്സ്. വാട്ട് വിൽ ബി മൈ ട്രാൻസ്പോസ്? എന്താ വരിക? യെസ്, ഞാൻ പറഞ്ഞു ഓരോ റോസും എനിക്ക് എങ്ങോട്ട് മാറ്റി എഴുതാം? കോളത്തിന്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതാം അല്ലെ. 1 0 എന്നാലും എന്റെ ഫസ്റ്റ് റോ, ദാറ്റ് ഷുഡ് ബി മൈ ഫസ്റ്റ് കോളം. ഓക്കെ, 2 0 is my second row, that should be my second column, and 4 minus 1 was my third row, അതങ്ങോട്ട് മാറി തേർഡ് കോളത്തിന്റെ രൂപത്തിലേക്ക് മാറി. യെസ്, ഇവിടെ 3x2 ആയിരുന്നു ഓർഡർ അല്ലെ. ഹിയർ ഓർഡർ എത്ര വരിക? 2x3, 2 റോസും 3 കോളംസ്. ഓക്കെ, സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഒരു മെട്രിക്സിന്റെ ഓർഡർ m by n ആണ് എങ്കിൽ, ഓക്കെ, അതിന്റെ ട്രാൻസ്പോസിന്റെ ഓർഡർ, ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 3x2 ആകുമ്പോൾ എന്ത് കിട്ടി? 2x3 കിട്ടി അല്ലെ. ദാറ്റ് ഈസ് n by m ആണ്. ഓക്കെ, നേരെ തിരിച്ച്. ഓക്കെ, m by n ആണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഓർഡർ എന്താ വരിക? n by m. ഓക്കെ, നൗ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസിലേക്ക് കടക്കാം. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഫോർ എ മെട്രിക്സ് A ട്രാൻസ്പോസ് കേട്ടോ, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഓക്കെ, മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം? റോസ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊരു പുതിയൊരു മെട്രിക്സ് കിട്ടി അല്ലെ. അതിന്റെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താ വരിക? യെസ്, നമുക്ക് ആദ്യം ഏതാണ് മെട്രിക്സ്? ആ മെട്രിക്സ് തന്നെ അല്ലേ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് A. ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രോപ്പർട്ടി. A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A. അപ്പൊ A എന്നുള്ള മെട്രിക്സിന്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? A ട്രാൻസ്പോസ് അല്ലെ. അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റോയും കോളും ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ബാക്ക് ടു മെട്രിക്സ് A. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് പ്രോപ്പർട്ടി. A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് is equal to A. And second one, A plus B whole transpose. കേട്ടോ, ഈ ഡാഷ് ഉദ്ദേശിക്കുന്ന ട്രാൻസ്പോസ് ആണ്. A plus B whole transpose is equal to A transpose plus B transpose. സിമ്പിൾ. രണ്ട് മെട്രിക്സ് ഞാൻ ആഡ് ചെയ്യുന്നു, ട്രാൻസ്പോസ് ചെയ്യുന്നു അല്ലെ. സെയിം റിസൾട്ട് ആണ് എന്ത് കിട്ടുക? രണ്ട് മെട്രിക്സിന്റെയും ട്രാൻസ്പോസുകളുടെ സം. ഓക്കെ, തേർഡ് വൺ. യെസ്, ശ്രദ്ധിക്കാം, ഒരു ട്രാൻസ്പോസ് മെട്രിക്സ് ഞാൻ എടുത്തു, അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇത് ആ കെ ഞാൻ പുറത്തെടുക്കുന്നു. ഓക്കെ, കെ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, സോറി ഇങ്ങനെയാണ് കേട്ടോ, കെ ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, ഹിയർ ശ്രദ്ധിക്കാം, ഒരു മെട്രിക്സ് എ, അതിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് സെയിം റിസൾട്ട് ആയിരിക്കും എന്ത്? എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കെ എ പുറത്തെടുക്കുന്ന സെയിം റിസൾട്ട് ആയിരിക്കും എന്ത്? കെ എ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, എ ഇൻറ്റു ബി ട്രാൻസ്പോസ് കേട്ടോ. എ ഇൻറ്റു ബി ട്രാൻസ്പോസ്, ഇവിടെ എ പ്ലസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എഴുതിയ പോലെ എ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതിയത് തെറ്റാണ്. എന്താ റിസൾട്ട്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെങ്കിൽ ഒരു മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, എൻട്രൻസിലൊക്കെ സ്ഥിരമായി ചോദിച്ചു കാണാറുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യത്തെ എക്സാമിൽ ഒരുപാട് ഓപ്ഷൻസും 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒരുപാട് ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് കേട്ടോ. ഇത്രയാണ് എന്ത് എന്റെ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു മെട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ അതായത് ജസ്റ്റ് ഇന്റർചേഞ്ച് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്.
Okay, symmetric matrices and skew symmetric matrices. Okay, ശ്രദ്ധിക്കുക. ഒരു മെട്രിക്സ് എ, ഓക്കെ, ഒരു മെട്രിക്സ് എ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ഡാഷ് കണ്ടുപിടിക്കാൻ അറിയാലോ. എന്താ, റോസ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്താൽ കേട്ടോ. അങ്ങനെ റോസ് കോളംസും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എ തന്നെയാണ് എങ്കിൽ കേട്ടോ. ഒരു മെട്രിക്സ് അതിന്റെ റോയും കോളം ഞാൻ മാറ്റി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മെട്രിക്സ് എ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ എന്ത് പറയുന്നു? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ, ഫൈൻ. ഇനി ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സ് എ, ഓക്കെ, അതിന്റെ ട്രാൻസ്പോസ് ഞാൻ എടുക്കുകയാണ്, എ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ഓക്കെ, എനിക്ക് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ, നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സ്ക്യൂ സിമെട്രിക്. ഓക്കെ, എന്താണ് സിമെട്രിക്, എന്താണ് സ്ക്യൂ സിമെട്രിക് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഒരു മെട്രിക്സ് ഞാൻ എടുക്കുന്നു, അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു, സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ സിമെട്രിക് മെട്രിക്സ്. യെസ്, ട്രാൻസ്പോസ് എടുക്കുന്നു, നെഗറ്റീവ് ഓഫ് എ മൈനസ് ഓഫ് എ ആണ് കിട്ടുന്നതെങ്കിൽ സച്ച് മെട്രിക്സ് ഇസ് കോൾഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം കേട്ടോ. റൈറ്റിംഗ് എന്താ പറയാ, ഒരു മെട്രിക്സ് ഞാൻ എടുക്കുകയാണ്. 1 2 3 4 5 6 7 0 1. Okay, so this is my matrix A. Okay, എന്താ എ ട്രാൻസ്പോസ് വരിക? എ ട്രാൻസ്പോസ് എന്ത് വരും? യെസ്, റോ ഒക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റണം, കോളത്തിലേക്ക് മാറ്റണം അല്ലെ? യെസ്, അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നോക്കി 1 2 3 ഞാൻ കോളത്തിലേക്ക് മാറ്റി, 4 5 6 ഞാൻ സെക്കൻഡ് കോളത്തിലേക്ക് മാറ്റി, 7 0 1 ഞാൻ അഗൈൻ തേർഡ് കോളത്തിലേക്ക് മാറ്റി. സോ ദിസ് ഈസ് മൈ എ ട്രാൻസ്പോസ്. ഓക്കെ, നൗ വാട്ട് ഈസ് എ പ്ലസ് എ ട്രാൻസ്പോസ്? എന്താ എ പ്ലസ് എ ട്രാൻസ്പോസ് വരിക? യെസ്, എന്താ എ പ്ലസ് എ ട്രാൻസ്പോസ് വരിക? എ പ്ലസ് എ ട്രാൻസ്പോസ് എങ്ങനെ ചെയ്യാം? രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്, 3/3 3/3 അല്ലെ? എങ്ങനെ ആഡ് ചെയ്യാം? ജസ്റ്റ് കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യാം. 2 + 2 + 1 + 1 is 2, 2 + 4 is 6, 3 + 7 is 10 അല്ലെ? 4 + 2 is 6, 5 + 5 is 10, 6 + 0 is 6 അല്ലെ? 7 + 3 is again 10, 0 + 6 is 6, 1 + 1 is 2. ഓക്കെ, എനിക്കൊരു മെട്രിക്സ് കിട്ടി അല്ലെ? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നൊരു മെട്രിക്സ്. ഞാൻ ഇതിനെ ബി എന്ന് വിളിച്ചു, അല്ലെങ്കിൽ പി എന്ന് വിളിച്ചു. എളുപ്പത്തിന് ഞാൻ പി എന്ന് വിളിച്ചു. ഓക്കെ, പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടിയല്ലോ. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് എന്താ പറയുക? പി ട്രാൻസ്പോസ്. ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ട്രാൻസ്പോസ് ഇതിന്റെ റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുക അല്ലെ? യെസ്, 2 6 10 ഞാൻ കോളം രൂപത്തിൽ എഴുതി, 6 10 6 ഞാൻ അഗൈൻ കോളം രൂപത്തിൽ എഴുതി, 10 6 2 10 6 2. യെസ്, നമുക്ക് എന്താ കിട്ടുന്നത്? പി. ഇതായിരുന്നു പി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലെ? എന്താ പി ട്രാൻസ്പോസ്? യെസ്, ഇതേ മെട്രിക്സ് തന്നെയല്ലേ എനിക്ക് പി ട്രാൻസ്പോസ് ആയിട്ട് കിട്ടിയത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് അല്ലെ, രണ്ടും സെയിം തന്നെയാണ് എങ്കിൽ അത്തരം മെട്രിക്സുകൾ നമ്മൾ എന്താ വിളിക്കുക? എന്ത് പേര് വെച്ചാൽ വിളിക്കുക? സിമെട്രിക്. ഓക്കെ, സോ ഒരു മെട്രിക്സ് എ ഞാൻ എടുത്തു. ഓക്കെ, അതിന്റെ ട്രാൻസ്പോസ് ഞാൻ എടുത്തു. യെസ്, രണ്ടിന്റെ സമ്മ അല്ലെ? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് എന്താണ്? സിമെട്രിക്. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ പി ഓഫ് ടി, പി ട്രാൻസ്പോസ് അല്ലെങ്കിൽ പി ആയിക്കോട്ടെ, സിംപ്ലി പി, ഈ ഒരു മെട്രിക്സിലേക്ക് നോക്കാം കേട്ടോ. ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ട് എനിക്ക് 2 ഉണ്ട് അല്ലെ? ആ 2 ഞാൻ പുറത്തെടുത്തതിന് എന്ത് വരും? യെസ്, എല്ലാത്തിനും 2 കോമൺ ആണ്. 2 ഞാൻ പുറത്തെടുത്തതിനാൽ ഫസ്റ്റ് റോ ബിക്കംസ് യെസ്, ഒരു 1/2 ഞാൻ പുറത്തെടുത്തതിനാൽ 1/2 പുറത്തെടുത്തതിനാൽ 1 2 3 2 6 10. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. 1/2 സ്ക്യൂ സിമെട്രിക്കിന്റെ കേസ് കൂടി പറഞ്ഞ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്,
യെസ്, ഒരു മെട്രിക്സ് എ അതിന് ട്രാൻസ്പോസ് തന്നു കഴിഞ്ഞു, അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? We'll get another matrix which is എന്താണ്? Symmetric. Okay. Now consider വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഒരു മെട്രിക്സ് എ ഞാൻ എടുത്തു. 1 0 1 2 3 1 1 0 2. ഓക്കെ, എന്താ അതിന്റെ ട്രാൻസ്പോസ് വരിക? എ ട്രാൻസ്പോസ്. യെസ്, വാട്ട് ഈസ് എ ട്രാൻസ്പോസ്? യെസ്, എ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം? റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യാം. 1 0 1 2 3 1 1 0 2. ഓക്കെ, നേരത്തെ നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്ത പോലെ എന്താ എ മൈനസ് എ ട്രാൻസ്പോസ് വരെ? എ മൈനസ് എ ട്രാൻസ്പോസ് രണ്ടിന്റെയും ഓർഡർ സെയിം ആണ് അല്ലെ? രണ്ടിന്റെയും ഓർഡർ സെയിം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, രണ്ടിന്റെയും ഓർഡർ സെയിം ആയതുകൊണ്ട് സിംപ്ലി ഇതിനെ മൈനസ് ചെയ്താൽ മതി അല്ലെ? 1 minus 1 is 0, 0 minus 2 is minus 2, 1 minus 1 is again 0, 2 minus 0 2, 3 minus 3 0, 1 minus 0 1, 1 minus 1 0, 0 minus 1 minus 1, 2 minus 2 0. Okay, so എനിക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടി Q. Q is equal to this അല്ലേ? എന്താ Q ട്രാൻസ്പോസ് വരിക? Q ട്രാൻസ്പോസ് ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, 0 minus 2 0, 2 0 1, 0 minus 1 0. ഓക്കെ, എനി സിമിലാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഈ രണ്ട് മെട്രിക്സ് നോക്കുന്ന സമയത്ത് 0 minus 0 2 0 1 0 minus 1 0 ആസ് കമ്പയർഡ് ഈ രണ്ട് മെട്രിക്സ് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ? യെസ്, ഈ മെട്രിക്സിന്റെ നെഗറ്റീവ് അല്ലേ ഈ മെട്രിക്സ് അല്ലെ? ഈ മെട്രിക്സ് Q ആണ് എങ്കിൽ ദിസ് മെട്രിക്സ് ഈസ് മൈനസ് Q അല്ലെ? ഒരു മൈനസിന് എന്ത് ചെയ്താൽ മൈനസ് 2 ഉള്ളിടത്തൊക്കെ 2 വരും, 2 ഉള്ളിടത്തൊക്കെ മൈനസ് 2, 1 ഉള്ളിടത്ത് മൈനസ് 1, അഗൈൻ 1 ഉള്ളിടത്ത് മൈനസ് 1 ഉള്ളിടത്ത് തോന്നുന്നു 1 ആണ്. ഓക്കെ, ഇത്തരം മെട്രിക്സ് നമ്മൾ എന്താ വിളിക്കുക? ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിക്സ് നമ്മൾ എന്ത് പറയും? സ്ക്യൂ സിമെട്രിക്. ഓക്കെ, അപ്പോ എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? We get a skew symmetric matrix. Okay, A minus A transpose is skew symmetric matrix. Okay, then എന്താ A plus A transpose വരെ? Again തൊട്ട് മുന്നേ നമ്മൾ ചെയ്താണ്, ഒന്നുകൂടി റിവൈസ് ചെയ്ത് A plus A transpose എന്ത് വരെ? 1 plus 1 2, 0 plus 2 2 അല്ലെ? 1 plus 1 again 2. Okay, 1 plus 1 2, 0 plus 2 2, 1 plus 1 2 again 2 plus 0 2, 3 plus 3 6, 1 plus 0 1, 1 plus 1 again 2, 0 plus 1 1, 2 plus 2 4. Okay, now ഇത് P എന്നുള്ള മെട്രിക്സ് ആണ് അല്ലെ? എന്താ P ട്രാൻസ്പോസ് വരിക? P ട്രാൻസ്പോസ് റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്ത് നോക്കി എന്ത് വരിക? 2 2 2 2 6 1 2 1 4 അല്ലെ? ഇവിടെ ഏതാണോ മെട്രിക്സ് അതേ മെട്രിക്സ് എനിക്ക് ഇവിടെ കിട്ടി. ദാറ്റ് മീൻസ് എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഐഡിയ ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയാണ് ഈ സെക്ഷനകത്ത് പറഞ്ഞത്. എന്തായിരുന്നു ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ്? എങ്ങനെയാ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക? ജസ്റ്റ് ഇന്റർചേഞ്ച് ഇറ്റ്സ് റോ ആൻഡ് കോളംസ്. ഓക്കെ, ദെൻ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. Then we move to symmetric and skew symmetric. എന്താ skew symmetric? സിമെട്രിക്കിന്റെ പ്രത്യേകത, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിക്സുകൾ നമ്മൾ സിമെട്രിക് മെട്രിക്സ്. എന്താ സ്ക്യൂ സിമെട്രിക്? ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിക്സുകൾ നമ്മൾ വിളിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതൊരു കാര്യം കൂടി നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ? രണ്ട് മെട്രിക്സ് എയും എ ട്രാൻസ്പോസും രണ്ടും ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താണ്? ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എനിക്കൊരു മെട്രിക്സ് കിട്ടുന്നു അല്ലെ? അതിന്റെ സമ്മ് എന്ത് ചെയ്യുമ്പോൾ എനിക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടുന്നുണ്ടല്ലോ. ദാറ്റ് മെട്രിക്സ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇനി ഈ സെക്ഷനകത്ത് നമുക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്, ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്, ഓക്കെ, A is a square matrix. Okay, so square matrix മാത്രം applicable ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. Yes, then P is equal to 1/2 into A plus A transpose.
കേട്ടാ. 1/2 into A plus A ട്രാൻസ്പോസ് അറിയാം. ഒരു മെട്രിക്സ് എ, അതിന് ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് അല്ലെ, രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തല്ലോ അല്ലെ. ആ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലെ. അതിൽ നിന്ന് ഞാൻ 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? സിമെട്രിക് മെട്രിക്സ് തന്നെയായിരിക്കും അല്ലെ. കോൺസ്റ്റന്റ് ഫാക്ടർ പുറത്തെടുത്തു. സോ P is equal to A plus A ട്രാൻസ്പോസ് 1/2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടുക. ദിസ് മെട്രിക്സ് വിൽ ബി എ സിമെട്രിക് മെട്രിക്സ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതിന്റെ ഒരു കൺസിഡറേഷൻ ആണ് കേട്ടോ. യെസ്. Now Q is another matrix അല്ലെ, such that 1/2 into A minus A transpose അല്ലെ. A minus A transpose നമുക്ക് എന്താ കിട്ടുക? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? യെസ്, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, യെസ്. ഇവിടെ ശ്രദ്ധിക്കുക, വാട്ട് വിൽ ബി P plus Q? വാട്ട് വിൽ ബി P plus Q? എന്താ P plus Q ചെയ്യുമ്പോൾ വരിക? യെസ്, ജസ്റ്റ് ഒന്ന് സിംപ്ലി ആഡ് ചെയ്താൽ മതി. 1/2 into A plus A transpose plus 1/2 into A minus A transpose അല്ലെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1/2A 1/2 A transpose 1/2 A minus 1/2 A transpose അല്ലെ. ഏതെ ക്യാൻസൽ ചെയ്ത് പോവോ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. 1/2 A plus 1/2 A 1/2 A plus 1/2 A എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സിംപ്ലി A. അരയും വരയും ചേർന്ന 1 അല്ലേ. ഓക്കെ, സോ P plus Q I am getting it as matrix A. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ എനി ശ്രദ്ധിക്കുക, എനി സ്ക്വയർ മെട്രിക്സ് can be expressed as a sum of symmetric and skew symmetric matrix. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിനകത്ത് കേട്ടോ. ഏതൊരു സ്ക്വയർ മെട്രിക്സ് അല്ലെ, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മിന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യും കേട്ടോ. അപ്പൊ എ എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു? സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലെ. എ ഇസ് ഈക്വൽ ടു എന്താണ്? P plus Q. ഈ P എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആണ്. Q എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. വാട്ട് ഈസ് P plus Q? സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എനിക്ക് എന്താ റിസൾട്ട് കിട്ടുന്നത്? മെട്രിക്സ് എ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് ഒരു മെട്രിക്സ് തരും, ഒരു സ്ക്വയർ മെട്രിക്സ് തരും. യെസ്, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എക്സ്പ്രസ് ദിസ് സ്ക്വയർ മെട്രിക്സ് ആസ് സം ഓഫ് എന്ത്? സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? യു ഷുഡ് ഫൈൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് കിട്ടും അല്ലെ. 1/2 A plus A ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് കിട്ടും. 1/2 A minus A ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കിട്ടും. ഓക്കെ, ആ രണ്ട് മെട്രിക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദി ഏതാണോ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്, ആ മെട്രിക്സ് കിട്ടും. ഓക്കെ, സോ ഈ ടൈപ്പിലുള്ള ഈ നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കൺക്ലൂഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ സെഷനകത്ത് പറയാനുള്ളത്. ആൻഡ് വി വിൽ ഡു ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ് സെക്ഷൻ ആൻഡ് വി മൂവ് ടു എക്സസൈസ്. എത്രാമത്തെയാണ്? 3.4 I think. 3.3. Okay, now we can move to exercise 3.3. Okay, ഇതിന്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ട്രാൻസ്പോസ്, സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്. A square matrix can be expressed as sum of symmetric as well as skew symmetric matrices. Okay.